പേമാരി പെയ്തൊഴിയാത്ത രാത്രികൾ. 600 മില്ലിലിറ്ററിലധികം മഴ ലഭിച്ച വയനാടൻ മലനിരകൾ. വർഷം 2024 ജൂലൈ 30. വ്യക്തതയില്ലാത്ത അപശബ്ദങ്ങൾ നിറഞ്ഞ രാവ്. വെള്ളാർമലയിൽ നിന്നും ഭീകരരൂപത്തിൽ പുന്നപ്പുഴയിലൂടെ ഒഴുകിയെത്തി ഒരു നാടിനെ ഉരുൾ വിഴുങ്ങി. കൂരിരുട്ടിൽ പ്രാണനു വേണ്ടി നിലവിളി ശബ്ദമുയർന്ന രാത്രി. പ്രകൃതിയുടെ വശ്യമനോഹരിതയിൽ നമ്മെ മാടി വിളിക്കുന്ന വയനാടിൻ്റെ കരച്ചിൽ കേട്ടാണ് അന്ന് പ്രഭാതം പിറന്നത്. പുലരുമ്പോൾ കോൺക്രീറ്റ് സ്ലാബുകൾക്കും മരത്തടികൾക്കുമിടയിൽ ജീവന് വേണ്ടി കേയുന്ന അനേകം മനുഷ്യർ. പലയിടങ്ങളിലായി മൃതദേഹങ്ങൾ കാണപ്പെടുന്നു. 38 കിലോമീറ്ററുകൾക്കപ്പുറം ചാലിയാറിൽ നിന്ന് പോലും അനേകം മൃതദേഹങ്ങൾ സങ്കടക്കണ്ണീരായി ഒഴുകിയെത്തി എന്ന വാർത്ത വരുന്നു. സർവ സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സേവകരും ദുരന്ത ആർമിയും നേവിയുമടക്കം അക്ഷീണ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. അതിവേഗം വേലിപ്പാല നിർമ്മാണം. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ സന്നദ്ധ സേവകർ ഭക്ഷണവും വെള്ളവും മറ്റു അവശ്യ സാധനങ്ങളും വയനാട്ടിലേക്ക് ഒഴുകുന്നു. ആവശ്യമെങ്കിൽ മുലപ്പാൽ പോലും നൽകാൻ സന്നദ്ധരായവർ. മദ്രസയും സ്കൂളുകളും മറ്റും ഹോസ്പിറ്റലും മോർച്ചറിയും ക്യാമ്പുകളുമായി മാറുന്നു. ആശ്വാസവാക്കുകൾക്ക് പോലും അർത്ഥമില്ലാതെ പോയ ദിനം. ഒരു നോക്ക് കാണാനെങ്കിലും ഉറ്റവരെ തേടുന്നവർ. കുടുംബമൊന്നടങ്കം കാണാമറയത്തെത്തിയവർ. മക്കൾ നഷ്ടമായ മാതാപിതാക്കൾ. മാതാപിതാക്കൾ നഷ്ടമായ കുരുന്നുകൾ. മീഡിയ പ്രവർത്തകർ പോലും കണ്ണീരിൽ കുതിർന്ന വാർത്താ സംപ്രേക്ഷണം. ഉറ്റവരെ തിരിച്ചറിഞ്ഞവർ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നു. കണ്ടെത്താൻ കഴിയാതെ പോയ അനേകം ജീവനുകൾ. തിരിച്ചറിയാതെ പോയവരെ സർവമത പ്രാർത്ഥനയോടെ പുത്തുമലയിലെ പൊതുശ്മശാനത്തിൽ മടക്കും. ഒരൊറ്റ രാത്രി കൊണ്ട് ആയുഷ്കാലം സമ്പാദിച്ചതെല്ലാം നഷ്ടമായവർ, കിടപ്പാടം നഷ്ടമായവർ, വരുമാനമാർഗം നിലച്ചവർ, ഇന്നും ദുരിതമനുഭവിക്കുന്നവർ. അവർക്കായി നൽകിയ സഹായ ഹസ്തങ്ങൾ അർഹരുടെ കൈകളിലെത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം അങ്ങനെയാണ്. സങ്കടവും സന്തോഷവും മാറി മാറി വന്നേക്കാം. നമുക്ക് മുമ്പേ ഉള്ള കാലം നേരത്തെ അവർ സമ്പന്നമായ ജീവിതം നയിക്കാം. നമുക്ക് പ്രവാചക വചനം പോലെ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുന്നവന് ആകാശത്തുള്ളവൻ കരുണ കാണിക്കും എന്നാണല്ലോ. പ്രാർത്ഥനയിലൊരിടം നൽകാം വയനാട് ദുരന്തത്തിൽ അകപ്പെട്ടവർക്കെന്നും. ഇനിയൊരു ദുരന്തം ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം.